എല്ലാവരും ഒരു പുതിയ പേജ് എടുത്തോ? ഓക്കെ. നിങ്ങൾക്ക് ഒരു വൈഡ് സ്ക്രീൻ കാണുന്നുണ്ടോ? ആ, ഇതാണ് നമ്മളുടെ ക്ലാസ്സിലെ ബോർഡ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതി പഠിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് തുടങ്ങാൻ പോവാണ്. ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ. ഒരു പുതിയ പേജ് എടുത്തായിരുന്നു എല്ലാവരും? ഒരു പുതിയ പേജ് എടുത്തോ? ഓക്കെ. അതിൻ്റെ ഇടതുവശത്ത് മാർജിനിലോട്ട് എഴുതുക. ഇന്ന് നമ്മുടെ എത്രാമത്തെ ക്ലാസ് ആണ്? ഇന്ന് നമ്മുടെ എത്രാമത്തെ ക്ലാസ് ആണ്? 32. ആ, എഴുതുക. ഇടതുവശത്ത് മാർജിനിലോട്ട് 32ാമത്തെ ക്ലാസ്. 31/7/2026 ഫ്രൈഡേ. ശരിയോ? ഫ്രൈഡേ ശരിയോ? ആരും മിണ്ടുന്നില്ല. ഫ്രൈഡേ ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് പ്രസന്റ്. ഓൺലൈൻ ക്ലാസ് പ്രസന്റ്. ഓക്കെ. നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അങ്ങോട്ട് പോവാണ്. ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ എഴുതുക. സെക്ഷൻ 1. ഞാൻ സ്ക്രീനിൽ എഴുതാൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സെക്ഷൻ 1. എന്തോ സെക്ഷൻ 1ൻ്റെ പേര്? പ്രോഡക്റ്റ് ഓഫ് സംസ്. പ്രോഡക്റ്റ് ഓഫ് സംസ്. ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്തു എല്ലാവരും? Section 1 പ്രോഡക്റ്റ് ഓഫ് സംസ്. ശരിയോ? പുസ്തകത്തിലെ ഒരു ചോദ്യത്തോടാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത്. ആ ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ചോദ്യം അനാമികയില്ല, ഐശ്വര്യ ഒന്ന് വായിച്ചേ. വായിക്കാൻ പറയുന്നൊരു വേഗം വായിക്കണം, സമയം കളയരുത്. ഐശ്വര്യ ക്ലാസ്സിലില്ലയോ? ഉണ്ട് സർ. ആ ഹെഡിങ്ങിന്റെ തൊട്ട് താഴത്തെ ചോദ്യം വായിച്ചേ. What is the area of a rectangle of sides 26 cm and 5 cm? ആ ചോദ്യം എല്ലാവരും പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യുക. ആ ചോദ്യം ബുക്കിലേക്ക് എഴുതുക. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പടം അളവൊന്നും എടുത്ത് വരയ്ക്കേണ്ട, അതുപോലെ സ്കെയിലും പെൻസിലും വെച്ച് ഒന്ന് റഫായിട്ട് വരയ്ക്കാം. എന്നിട്ട് കഴിയുമ്പോൾ എന്നോട് പറയണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? Yes sir. ചോദ്യം എഴുതി പടം വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ഓക്കെ. അപ്പോൾ ചോദ്യം ഇതാണ്. എന്തായിരുന്നു ഐശ്വര്യ ചോദ്യം? What is the area of a rectangle of sides 26 cm and 5 cm? എന്തോ ഐശ്വര്യ ചോദ്യത്തിന്റെ അർത്ഥം? ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണ്,
അതിന്റെ സൈഡ് 26 സെന്റിമീറ്ററും മറ്റേ അടുത്ത സൈഡ് 5 സെന്റിമീറ്ററും. അതായത് നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിന്റെ ആ ചതുരത്തിന്റെ ലെങ്ത് നീളം 26 സെന്റിമീറ്ററും വീതി ബ്രെഡ്ത്ത് 5 സെന്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കണം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിലെ ഈ റെക്റ്റാങ്കിളിന്റെ ചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കുന്നത്? L into B. L into B. അതൊന്നും ഇവിടെ എങ്ങനെ പറയും? അത് 26 into 5. എഴുതുക. അപ്പം അതിനകത്തിലോട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. 26 into 5 ആണ് ഇതിന്റെ ഏരിയ പരപ്പളവ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് ഗുണിച്ചെഴുതണ്ട. 26 into 5 എന്ന് മാത്രം എഴുതിയാൽ മതി. അത്ര ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ താഴത്തെ ഒരു വരി കണ്ടോ സിത്താരെ? ഒന്ന് വായിച്ചേ. സിത്താരെ, Instead of multiplying directly, we can split the product like this. അതൊന്ന് എഴുതിക്കാട്ടെ എല്ലാവരും. Instead of multiplying directly, we can split the product like this. അത് എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം. Instead of multiplying directly, we can split the product like this. ഓക്കെ. അതായത് 26നെ 5 കൊണ്ട് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? മിണ്ടുന്നില്ല. എന്ത് കണ്ടുപിടിക്കണ്ടേ? ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരം എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കൂ. നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 26 into 5 ഈസ് ഈക്വൽ ടു, ഞാൻ വേണ്ട ഈ 26നെ 20 + 6 എന്ന് സ്പ്ലിറ്റ് ചെയ്താൽ ശരിയാകുമോ? 26നെ 20 + 6 എന്ന് എഴുതി ശരിയാകുമോ? ശരിയാകും. ഇൻറ്റു 5 അങ്ങനെ തന്നെ എഴുതി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. എഴുതിയാട്ടെ. അടുത്ത വരിയിൽ 26 into 5 ഈക്വൽ 20 + 6 ഇൻറ്റു 5. ഓക്കെ. അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിളിലല്ലേ ഈ പരിപാടി തുടങ്ങിയത് അല്ലേ? അല്ലേ? അപ്പം നമ്മൾ അതിനൊരു റെക്റ്റാങ്കിൾ വെച്ച് പറയുവാണ്. അതിൻ്റെ അടുത്ത വരി ദയെ ഒന്ന് വായിച്ചേ. We can also split the rectangle accordingly. ഒരു സെക്കൻഡ് എഴുതിയാട്ടെ. We can also split the rectangle accordingly. We can also split the rectangle accordingly. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. അതിൻ്റെ താഴെ 2 റെക്റ്റാങ്കിൾ കൊടുത്തിരിക്കുന്നതിൽ ലെഫ്റ്റിലെ റെക്റ്റാങ്കിൾ കണ്ടോ? ഇടതുവശത്തെ ചതുരം കണ്ടോ? അതൊന്ന് പേന കൊണ്ട് അല്ല, സ്കെയിലും പെൻസിലും വെച്ചൊന്ന് റഫായിട്ട് വരച്ചേ. വരച്ചോ എല്ലാവരും? അതിനകത്ത് എഴുതരുത്, പടം മാത്രമേ വരയ്ക്കാവൂ. പടത്തിനകത്ത് ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. പടം വരച്ചോ? ഇങ്ങോട്ട് നോക്കിക്കേ. മുകളിലത്തെ അതേ റെക്റ്റാങ്കിൾ തന്നെയാണ് ഞാൻ താഴെ വരച്ച് വെച്ചേക്കുന്നത്. പക്ഷേ മുകളിലത്തെ റെക്റ്റാങ്കിളിൽ ലെങ്ത് മൊത്തത്തിൽ എത്ര എന്ന് എഴുതിയേക്കുമായിരുന്നു? അവിടെ നീളം മൊത്തത്തിൽ എത്ര എന്ന് എഴുതിയേക്കുമായിരുന്നു? 26. അതിന് പകരം ഈ ഫിഗറിൽ ഇപ്പൊ ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 20യും 6ഉം. അപ്പൊ 26 കൂടെ ചേരുമ്പോഴാണല്ലോ 26 ആവുന്നത്. ബ്രെഡ്ത്ത് മാറിയിട്ടുണ്ടോ? ഇല്ല. അതെത്ര തന്നെ?
5. ആ അപ്പോൾ നമ്മൾ മുകളിലത്തെ ഒരു റെക്റ്റാങ്കിളിനെ ഇവിടെ നമ്മളിപ്പോൾ എത്ര റെക്റ്റാങ്കിൾ ആക്കി സ്പ്ലിറ്റ് ചെയ്തു, എത്ര ചതുരമാക്കി മുറിച്ചു? 2. 2. അപ്പം മുകളിലത്തേതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം ഈ ചെറിയ രണ്ട് പേരുടെ ഏരിയ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കൂട്ടിയാൽ മുകളിലത്തേതിൻ്റെ ഏരിയ പരപ്പളവ് കിട്ടത്തില്ലേ? കിട്ടും. കിട്ടും. അപ്പം വേണ്ടേ ഈ കാണുന്ന ഇപ്പം ഈ താഴത്തെ പടത്തിൽ കാണുന്ന ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഈ വലിയ ചതുരത്തിൻ്റെ ഏരിയ പരപ്പളവ് എത്ര വരും എന്ന് പറഞ്ഞാട്ടെ? അതിൻ്റെ ലെങ്ത് 20 ആണ്, നീളം 20 ആണ്, അതിൻ്റെ ബ്രെഡ്ത്ത് വീതി 5 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ പരപ്പളവ് 100. അല്ലാതെ എങ്ങനെ കിട്ടുന്നേ? 20 × 20 × 5 ആണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ചെറിയ ചതുരത്തിൻ്റെ ഏരിയ പരപ്പളവോ? 5 × 6 5 × 6 അല്ലെങ്കിൽ 6 × 5. നിങ്ങൾ വരച്ച റെക്റ്റാങ്കിളിനകത്തോട്ട് എഴുതിയാട്ടെ. എഴുതിയോ? Yes, sir. ഓക്കെ. ഇനി അവരത് വലതുവശത്തോട്ട് ഒരു റെക്റ്റാങ്കിളൂടെ വരച്ച് അതിനകത്തിലൊന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളും ആ റെക്റ്റാങ്കിൾ ഒന്ന് സ്കെയിലും പെൻസിലും വെച്ച് റഫായിട്ട് വരയ്ക്കുക. വരച്ചോ? വരച്ചോ? Yes, sir. ഓക്കെ. അപ്പോൾ 20 × 5 എത്ര? ഇത് 20, ഇത് 5, അല്ല സോറി, ഇത് 6, ഇത് 5, ഇത് 5. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരുന്നു? 20 × 5 എത്ര? 100. ഇവിടുത്തേത് 6 × 5 എത്ര? 30. എഴുതിയോ എല്ലാവരും? ആ ഇനി അടുത്ത വരിയിൽ സോ ഏരിയ ഈസ്, അവിടെ തന്നെ കിടപ്പുണ്ട്. സോ ഏരിയ ഈസ് പറഞ്ഞാട്ട് എങ്ങനെ കണ്ടുപിടിക്കും ഏരിയ? അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്താൽ മതി? 100 30. എഴുതുക. അപ്പോൾ ഏരിയ ഈക്വൽ 100 + 30 ഈക്വൽ 100 + 30 130. 130 square centimeter. അതായത് സെന്റിമീറ്റർ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം 26 സെൻറ്റിമീറ്റർ ലെങ്ത് നീളവും 5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിൾ എടുത്തു. ആ റെക്റ്റാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. അപ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ 26നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു ചെറിയ മാറ്റം വരുത്തി. 26നെ നമ്മൾ എങ്ങനെ എഴുതി? 20 + 6 × 5 അതുപോലെ തന്നെ എഴുതി. ഇതിനെ റെക്റ്റാങ്കിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 26 സെൻറ്റിമീറ്റർ ലെങ്തും 5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള റെക്റ്റാങ്കിളിനെ നമ്മൾ എത്ര റെക്റ്റാങ്കിളാക്കി മുറിച്ചു? എത്ര റെക്റ്റാങ്കിളാക്കി മുറിച്ചു? 2 റെക്റ്റാങ്കിൾ. ഒന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് നീളം 20 ബ്രെഡ്ത്ത് വീതി 5. രണ്ടാമത്തേതിൻ്റെ ലെങ്ത് നീളം 6 ബ്രെഡ്ത്ത് വീതി 5. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ ഏരിയ പരപ്പളവ് എത്ര വരും? 20 × 5. അതായത് 100. രണ്ടാമത്തേതിൻ്റെ ഏരിയ പരപ്പളവ് 30. 6 × 5 6 × 5 ഈക്വൽ 30. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ തമ്മിൽ കൂട്ടിയാൽ മതി? 30 കൂടെ കൂട്ടിയാൽ 130 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത്രയും ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. No, sir. ഓക്കെ. അടുത്ത വരി കണ്ടോ? ഹൗ വാസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഡൺ ഹിയർ? കണ്ടോ? എന്തോ? ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു. അത് നെറ്റിന്റെ പ്രശ്നം കൊണ്ടാണ്. ഹൗ വാസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഡൺ ഹിയർ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? കണ്ടോ? Yes, sir. അതങ്ങോട്ട് എഴുതുക ബുക്കിലോട്ട്. ഹൗ വാസ് ദി മൾട്ടിപ്ലിക്കേഷൻ ഡൺ ഹിയർ?
How was the multiplication done here? ശരിയോ? Yes, sir. ഇനി എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ആക്ച്വലി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഗുണിക്കേണ്ടത് ആരെയൊക്കെ തമ്മിലായിരുന്നു? 26ഉം 5ഉം കൂടാണ് ഗുണിക്കേണ്ടിയിരുന്നത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? ആണോ? നമ്മൾ അതിന് പകരം 26നെ 20 + 6 എന്ന് എഴുതി ഇൻറ്റു 5 അങ്ങനെ തന്നെ നിർത്തി. എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ, ആദ്യം നിങ്ങൾ ആരെയൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു? സ്ക്രീനിൽ തന്നെ കിടപ്പുണ്ട്. ആദ്യം ആരെയൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു? അയ്യോ, നിങ്ങൾ നോക്ക്, കാരണം അവിടെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആരെയൊക്കെ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തേ? 20 into 5. 20യും 5 കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. അതും പിന്നെ ആരെയൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു? 6 into 5. ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു. 20 into 5 എത്ര? 100. 6 into 5 30. 100 + 30 = 130. ഇവിടെ കിട്ടിയോ സംഗതി? ഇവിടെ കിട്ടിയോ? Yes, sir. ഓക്കെ. ഇത് ബുക്കിലോട്ട് എഴുതിയാട്ടെ. എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായോ? Yes, sir. നിങ്ങൾ സാധാരണ ക്ലാസ്സിൽ പറയുന്ന പോലെ സംസാരിച്ചാലേ നിങ്ങൾ ക്ലാസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നത്തുള്ളൂ. ഈ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ശരി. നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്ത എക്സാമ്പിളോട്ട് പോട്ടെ. ഓക്കെ, രണ്ടേ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 26 centimeters and 15 centimeter. കണ്ടോ? അണ്ടർലൈൻ ചെയ്താട്ടെ. ഇനി അത് ബുക്കിലോട്ട് എഴുതിക്കേ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 26 centimeters and 15 centimeters. എഴുതിയോ? Yes, sir. അപ്പോൾ നമ്മൾ അടുത്തൊരു റെക്റ്റാങ്കിൾ പരിഗണിക്കുകയാണ്, ഒരു ചതുരം പരിഗണിക്കുകയാണ്. അതിൻ്റെ ലെങ്ത് എത്രയാണ് ഫാത്തിമേ? സാർ, ഞങ്ങളുടെ ക്ലാസ് ബാക്കായി പോന്നപ്പോൾ എന്തോന്ന് കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? അതുകൊണ്ട് അവിടെ പുസ്തകത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേജിൽ തന്നെ ഏറ്റവും താഴെ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം കൊടുത്തേക്കുന്നുണ്ടോ? ആ ചതുരത്തിന്റെ ലെങ്ത് എത്ര, നീളം എത്ര? 26 സെന്റിമീറ്റർ. ഓക്കെ. അതിന്റെ ബ്രെഡ്ത്ത് എത്ര, വീതി എത്ര? 15. അപ്പൊ സാധാരണഗതിയിൽ ഇതിന്റെ ഏരിയ, പരപ്പളവ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണം വീതി. അപ്പൊ നമ്പർ വെച്ച് പറഞ്ഞാൽ 25 into 50. 25 into 15. ഒന്നുകൂടെ നോക്കിക്കേ നമ്പർ. 26 into 50. 26 into 15. ഇങ്ങനൊരു ഫിഗർ അതിന്റെ വലതുവശത്ത് കണ്ടോ? Yes, sir. ആ ഫിഗർ നിങ്ങൾ ഇപ്പൊ എഴുതിയതിന്റെ താഴോട്ട് വരച്ചാട്ടെ.
ആ ഫിഗർ നിങ്ങളിപ്പോൾ എഴുതിയതിൻ്റെ താഴോട്ട് വരയ്ക്കാം. വരച്ച് കഴിയുമ്പോൾ പറയണം കേട്ടോ. കഴിഞ്ഞു സാർ. കഴിഞ്ഞു സാർ. ആ ബാക്കി വരട്ടെ, ബാക്കി വരട്ടെ. യെസ് സാർ. കണ്ടോ, ഇനി അപ്പുറത്തെ പേജ് ഇടും നിങ്ങൾ. അപ്പുറത്തെ പേജ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 62 എടുക്കുക. എടുത്തോ എടുത്തോ. യെസ് സാർ. അവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് നമ്മുടെ നസ്ര ഒന്ന് വായിച്ചേ. Here also, if we split the product as അതെഴുതാം. ഹിയർ ഓൾസോ ഇഫ് വി സ്പ്ലിറ്റ് ദ പ്രോഡക്റ്റ് ആസ്. ഹിയർ ഓൾസോ ഇഫ് വി സ്പ്ലിറ്റ് ദ പ്രോഡക്റ്റ് ആസ്. കഴിഞ്ഞോ? യെസ് സാർ. ഇവിടെയും നമ്മൾ 26-നെ 15 കൊണ്ട് നേരിട്ട് ഗുണിക്കുന്നതിന് പകരം ആ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? സ്പ്ലിറ്റ് ചെയ്യാം. ഇനി എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കൂ. 26 × 15 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഈ 26-നെ 20 + 6 എന്ന് എഴുതിയാൽ ശരിയാണോ? യെസ്. ഇൻറ്റു 15-നെ അപ്പം എങ്ങനെ എഴുതും? 10 plus 5. 10 + 5. എഴുതിയാട്ടെ. 26 × 15 = 20 + 6 × 10 + 5. കഴിഞ്ഞോ? ഇതും നമ്മളൊന്ന് റെക്റ്റാങ്കിളിൻ്റെ ഭാഷയിലോട്ട് മാറ്റാൻ പോവാണ്. അതിൻ്റെ അടുത്ത വരി കണ്ടോ നീയേ? വായിച്ചേ. And split the rectangle also according to this, the computation would be a lot easier. എഴുതിയാട്ടെ. And split the rectangle also according to this, the computations would be a lot easier. എഴുതി കഴിഞ്ഞിട്ട് പറയണം, എങ്കിലല്ലേ ഞാൻ കാണുന്നില്ലല്ലോ നിങ്ങൾ എഴുതിയോ ഇല്ലോ എന്ന് പറയണം കേട്ടോ. നമ്മൾ ഈ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിനെ എന്തിൻ്റെ ഭാഷയിലോട്ട് മാറ്റാൻ പോവാ? എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിയിരിക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്, ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വരയ്ക്കാം. നമ്മൾ മുകളിലത്തെ അതേ റെക്റ്റാങ്കിൾ തന്നെ വരയ്ക്കും. ഈ റെക്റ്റാങ്കിളിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. ട്വൻറ്റിയും 6ഉമായിട്ട് നമ്മൾ ലെങ്തിനെ സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ആണോ? അപ്പോൾ ബ്രെഡ്ത്തിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്? 10 + 5. ഇല്ല മോനെ, 10ഉം 5ഉം 10, 5. ഈ 4 സൈഡിൽ മെഷർമെന്റ് എഴുതിയതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കഴ്സർ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ? കാണുന്നുണ്ടോ? ഓക്കെ. ഈ കഴ്സർ മൂവ് ചെയ്തിരിക്കുന്നത് ഈ ഫസ്റ്റ് റെക്റ്റാങ്കിൾ കണ്ടോ നിങ്ങൾ? ആദ്യത്തെ ചതുരം കണ്ടോ? ഓക്കെ. അതിൻ്റെ ഏരിയ പരപ്പളവ് എന്ത് വരും എന്ന് പറഞ്ഞാട്ടെ? 20 × 5. ഓക്കെ. ഇനി കഴ്സർ മൂവ് ചെയ്യുന്ന അതിൻ്റെ താഴത്തെ റെക്റ്റാങ്കിൾ കണ്ടോ, ചതുരം കണ്ടോ നിങ്ങൾ? അതിൻ്റെ ഏരിയ പരപ്പളവ് എന്ത് വരും?
20 into 20 10. into 10. 20 into 10. ഓക്കെ, അടുത്തത് വേണ്ട കഴ്സർ മൂവ് എന്ന ഈ കോർണറിലെ ചെറിയ അപ്പൂപ്പനോട് പറഞ്ഞു. ഈ റെക്റ്റാങ്കിൾ കണ്ടോ, ഇതിന്റെ ഏരിയ പറഞ്ഞാട്ടെ. 6 into 5. 6 into 5. അതിന്റെ താഴെയുള്ള ഇതിന്റെ ഏരിയ കണ്ടോ, 6 into 10. 6 into 10. ഓക്കെ ആണല്ലോ. നമ്മൾ ഇതേ റെക്റ്റാങ്കിൾ തന്നെ ഈ നമ്പരൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അതിനകത്തോടൊന്ന് എഴുതാൻ പോകുന്നു. ശ്രദ്ധിച്ചിരിക്കണം. അതുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബുക്കിലോട്ട് വരയ്ക്കാം കേട്ടോ. തന്നെ നോക്കിക്കോ. ഇത് 26, ഇത് 26, 10, 5, 10, 5. ഓക്കെ, 20 into 5 എത്ര? 100. 100. 20 into 10 200. 200. 6 into 5 30. 30. 6 into 10 60. 60. അപ്പോൾ ഈ രണ്ട് സ്ക്വയർ നിങ്ങൾ പിന്നെ പെൻസിൽ കൊണ്ട് റഫായിട്ട് വരയ്ക്കാം കേട്ടോ. വരച്ച് കഴിയുമ്പോൾ എന്നോട് പറയണം. ഓക്കെ, ഇല്ല സാർ. ഇല്ല. ഇല്ല സർ. അപ്പോൾ നമുക്ക് അടുത്ത വരി കണ്ടോ. നൗ വി ക്യാൻ കമ്പ്യൂട്ട് ദി ഏരിയ ആസ്. കണ്ടോ, Yes, sir. എഴുതിയാട്ടെ. നൗ വി ക്യാൻ കമ്പ്യൂട്ട് ദി ഏരിയ ആസ്. അപ്പോൾ ഈ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ കാണുന്ന 26 സെൻറ്റിമീറ്റർ ലെങ്തും നീളവും 15 സെൻറ്റിമീറ്റർ വീതി ബ്രെഡ്ത്തുമുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. നമ്മളിപ്പോൾ അതിനെ എത്ര റെക്റ്റാങ്കിളായി സ്പ്ലിറ്റ് ചെയ്തു? 4 റെക്റ്റാങ്കിളാക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ആ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ, ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഈ ചെറിയ 4 പേരെ കൂട്ടിയാൽ പോരെ? Yes. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയിരിക്കുന്നത് പറഞ്ഞാട്ടെ. 200 പ്ലസ്, എൻ്റെ കൂടെ എഴുതിക്കോണം. 200 പ്ലസ് 100. 100 പ്ലസ് 60 plus 60 പ്ലസ് 30. 30. ഇതെല്ലാം കൊണ്ട് ഇതെല്ലാം ആഡ് ചെയ്ത് പറഞ്ഞേ. 390. 390 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? Yes, sir. ഇനി അടുത്ത വരി കണ്ടോ. ലെറ്റ്സ് റൈറ്റ് ഔട്ട് ഹൗ വി ഗോട്ട് ദീസ് നമ്പേഴ്സ് ടു ബി ആഡഡ്. കണ്ടോ കണ്ടു സർ. അണ്ടർലൈൻ ചെയ്യുക, ബുക്കിലോട്ട് എഴുതുക. ഇത് നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ വെച്ച് പറഞ്ഞ കാര്യത്തെ ഇനി നമ്മൾ നമ്പർ വെച്ച് മാത്രം എന്ത് ചെയ്യാൻ പോവാ? പറയാൻ പോവാണ്. എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിക്കോളൂ, എന്നിട്ട് ബുക്കിലോട്ട് എഴുതിയാൽ മതി. അപ്പം നമുക്ക് ആക്ച്വലി ആരെയൊക്കെ തമ്മിലായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഗുണിക്കേണ്ടത്? 26 into 15 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഗുണിക്കേണ്ടത്. എല്ലാവരും ഇവിടെ നോക്കിയിരിക്കണം. ഞാൻ പറഞ്ഞിട്ട് ഇനി എഴുതിയാൽ മതി. നിങ്ങൾ 26നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 20 plus 6. 20 plus 6 into 10 plus 5. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ആദ്യം നമ്മൾ 20യും 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ശരിയല്ലേ? ദാണ്ട് ഇവിടെ കണ്ടോ? അപ്പം 20 into 10 പ്ലസ്, പിന്നെ നേരെ മുകളിൽ കണ്ടോ 20യും 5 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ പ്ലസ് 20 into 5 പ്ലസ്, അതിനുശേഷം പിന്നെ 6ഉം 10ഉം കൂടെ മൾട്ടിപ്ലൈ, ഇല്ലയോ? ആണോ? 6 into 10 പ്ലസ്, അതിനുശേഷം പിന്നെ ആരെയൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു? 6 into 5. 20 into 10 ആണ് 200, 20 into 5 ആണ് 100, 6 into 10 ആണ് 60, 6 into 5 ആണ് 30.
ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? 390. 390 കിട്ടിയത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? Yes, sir. അത് ഒന്നുകിൽ ബുക്കിലോ പുസ്തകത്തിലോ അല്ലെ സ്ക്രീനിലോ നോക്കി ബുക്കിലോട്ട് എഴുതുക. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം കേട്ടോ. Okay, sir. Yes, sir. ബാക്കി വരട്ടെ. അതിൻ്റെ താഴത്തെ വരി നമ്മുടെ ശ്രദ്ധയൊന്ന് വായിച്ചേ. Isn't this how we find the product in class 5? This section rectangle multiplication in the lesson multiplication method. ഹലോ എവിടെ ഈ വായിക്കുന്നേ? ആ 390 എന്ന് ഉത്തരം കിട്ടിയതിന്റെ തൊട്ട് താഴത്തെ സ്റ്റെപ്പ് isn't it ഒന്നുകൂടെ വായിച്ചേ. Isn't it this how we find the product in class 5? This section rectangle multiplication in the lesson multiplication methods. ഒരു സെക്കൻഡ്, എത്രാമത്തെ പേജിലാണ് വായിക്കുന്നത്? 62. ഈ 62-ൽ പേജ് നമ്പർ 390ക്ക് ശേഷം കിടക്കുന്നത് ഇപ്പൊ ശ്രദ്ധ വായിച്ച സെന്റൻസ് ആണോ കിടക്കുന്നത്? Yes, sir. Yes, sir. Yes, sir. എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റിനകത്തിലെ isn't it this how we find the product when we write the numbers one below the other and multiply എന്നാണ് കിടക്കുന്നത്. നിങ്ങളുടെ അതിനകത്തിൽ അങ്ങനെയല്ലേ കിടക്കുന്നത്? അല്ല. അല്ല സർ. ഒരു സെക്കൻഡ്, അദ്വൈതേ Yes, sir. 62ാമത്തെ പേജ് 63, 64 ഇത്ര എനിക്കൊന്ന് ഫോട്ടോ എടുത്തയച്ചേ അദ്വൈതേ. അപ്പോൾ നിങ്ങൾ ആ പുതിയ പുസ്തകത്തിലെ സെൻറ്റൻസ് എഴുതിക്കോ. എന്തോ വാചകം എന്തുവായിരുന്നു? Isn't it this how we find the product in class 5. അത്ര എഴുതിയാൽ മതി, ബ്രാക്കറ്റിൽ എഴുതണ്ട. ക്ലാസ് 5. ഇത് നിങ്ങൾ 8ാം ക്ലാസ്, പക്ഷേ നിങ്ങളുടെ പുതിയ പുസ്തകത്തിൽ നിങ്ങൾ ആ പാഠം പഠിച്ചിട്ടില്ല. ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാരാണ് അങ്ങനെ ഒരു ഐഡിയയിൽ പഠിക്കുന്നത്. ഇനി എല്ലാവരും ഇത്ര എഴുതിയോ? Yes, sir. Yes, sir. ഇനി എല്ലാവരും എൻ്റെ സ്ക്രീനിലോട്ട് നോക്കിക്കേ. ഇതേ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു മെത്തേഡാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കോണം. ∠20, 10, ഇവിടെ 6, ഇവിടെ 5. ശ്രദ്ധിച്ചോണം. ഈ 20, 6, 10, 5 എഴുതിയതിൻ്റെ ഐഡിയ മനസ്സിലായോ? Yes, sir. എന്തുവായിരുന്നു? നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആയി 26-നെ, ചതുരത്തിൻ്റെ നീളമായി 26-നെ നമ്മൾ 20ഉം 6ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ ബ്രെഡ്ത്തായ വീതിയായ 15-നെ നമ്മൾ 10ഉം 5ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കിക്കോണം. ഈ കോളം കണ്ടോ? ഈ കഴ്സർ മൂവ് ചെയ്യുന്ന ഈ കോളം കണ്ടോ? Yes, sir. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 5ാം ക്ലാസ് പഠിച്ചത് 20 × 10 = 200. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നേ? 20 × 5. 20 × 5 എത്ര? 100. 100. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നേ? 6 × 10. 6 × 10 അല്ലെങ്കിൽ 10 × 6 = 60. ഈ കോളവോ? 6 × 5. 6 × 5 = 30. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വലതുവശത്ത് ഒരു കോളം കൂടെ, ഒരു ബോക്സ് കൂടെ വരയ്ക്കുമായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഈ ബോക്സിൽ എന്തോ എഴുതുന്നതെന്ന്? Yes, sir. എന്തുവായിരുന്നു? ഈ First box 200ഉം ഈ 100ഉം ഇവിടെ ആഡ് ചെയ്യാം. 200 + 100 = ഇവിടെ എത്ര വരും? 300 വരും. അപ്പോൾ അതിൻ്റെ താഴെയോ? 60 60 + 30 = 90.
ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി 390 കൂടെ കൂട്ടി നമ്മൾ എത്ര എഴുതും ആൻസർ? 390. 390. ക്ലിയർ ആയോ എല്ലാവർക്കും? Yes, sir. ഇത് ബുക്കിനകത്തിലോട്ട് നമ്മുടെ സ്കെയിലും പെൻസിലും വെച്ച് ബോക്സ് വരച്ച. ഓക്കെ, അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് കണ്ടോ? ദി ഓപ്പറേഷൻ ഡൺ ഹിയർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ലൈക്ക് ദിസ്. കണ്ടായിരുന്നോ? Yes, sir. Yes, sir. ചെയ്ത കാര്യത്തെ നമുക്ക് താഴെ പറയുന്ന വിധത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതിയാട്ടെ. ദ ഓപ്പറേഷൻസ് ഡൺ ഹിയർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ലൈക്ക് ദിസ്. കഴിഞ്ഞോ? Yes, sir. Yes, sir. അതിൻ്റെ താഴത്തെ സെൻറ്റൻസ് വൈകി ഒന്ന് വായിച്ചേ. അതിൻ്റെ താഴെയുള്ള 3 വരി. You multiply the sum 20 plus 6 by the sum 10 plus 5. We multiplied each of the numbers 20 and 6 in the first sum by each of the numbers 10 and 5 in the second sum and added together all the 4 products thus got. ആ സെൻറ്റൻസ് എല്ലാവരും ബുക്കിലോട്ട് അതുപോലെ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് എന്നോട് പറയണം. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്ന്. അപ്പോൾ നമുക്കത് നിർത്തി ഒന്ന് വായിച്ചർത്ഥം എന്തോ അത് മനസ്സിലാക്കാം. ടു മൾട്ടിപ്ലൈ ദ സം 20 plus 6 by the sum 10 plus 5. അർത്ഥമാണ് ഞാൻ ബോർഡിൽ സ്ക്രീനിൽ എഴുതിയത്. എന്തോ അർത്ഥം? 20 plus 6 എന്ന് പറയുന്ന സമ്മിനെ പറയാൻ ശ്രമിച്ചോ? 10 plus 5 എന്ന സമ്മ് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു കോമ ഇട്ടിട്ട് ബാക്കി പറയുകയാണ്. വി മൾട്ടിപ്ലൈഡ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് 20 and 6 in the first sum by each of the numbers 10 and 5 in the second sum and added together. വല്ലതും മനസ്സിലായോ? പറഞ്ഞൊരു നെടുങ്കൻ സെന്റൻസിന് അർത്ഥം മനസ്സിലായോ? 20 plus 6 എന്താ പറഞ്ഞ അർത്ഥം മനസ്സിലായത്? പറഞ്ഞാട്ടെ. ശരിയാ പറഞ്ഞോ? തെറ്റുന്നോ ശരിയോ അത് പിന്നത്തെ കാര്യം. നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥം പറ. വി മൾട്ടിപ്ലൈഡ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് 20 and 6 in the first sum by each of the numbers 10 and 5 in the second sum and added together എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? സമയം കളയാതെ ഒന്നുകിൽ മനസ്സിലായി അല്ല ആയില്ല. മിണ്ടുന്നില്ല. ഫസ്റ്റ് സമ്മിലുള്ള 20ഉം 6ഉം കൂടെ ആഡ് ചെയ്തിട്ട് അല്ലല്ല ശ്രദ്ധിച്ചു നോക്കണം. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ 20 plus 6 ഓരോ നമ്പരിനെയും 10 plus 5 ഓരോ നമ്പർ കൊണ്ടും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആഡ് ടുഗദർ. എന്നിട്ട് അതെല്ലാം കൂടെ എന്ത് ചെയ്യണം? ഒരല്പം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മുകളിലോട്ട് മാറി നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഇങ്ങനൊരു സ്റ്റെപ്പ് എഴുതി വെച്ചിട്ടില്ലേ? 20 into 10 10 plus 20 into 5 plus 6 into 10 plus 6 plus 5 6 into 5. അപ്പോൾ ഒന്നാമത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പറുകളെയും രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും?
ഓക്കെ. Yes, sir. ഇനി അതിന്റെ Yes, sir. അതിന്റെ താഴെ അദ്വൈത ഒരു സെന്റൻസ് എഴുതി വെച്ചേക്കുന്നുണ്ടോ ഒന്ന് വായിച്ചേ. Yes, sir. അദ്വൈത. This works even if the numbers are not natural numbers. ദിസ് വർക്ക് ഈവൻ ഇഫ് ദ നമ്പേഴ്സ് ആർ നോട്ട് നാച്ചുറൽ നമ്പർ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇത് നാച്ചുറൽ നമ്പർ അല്ലാത്ത എണ്ണൽ സംഖ്യകളല്ലാത്ത നമ്പറുകൾക്കും എന്താണ്? ബാധകമാണ്, അല്ലെങ്കിൽ ശരിയാണ്. അപ്പൊ എന്താണെന്ന് എഴുതിയാട്ടെ. ദിസ് വർക്ക് ഈവൻ ഇഫ് ദ നമ്പേഴ്സ് ആർ നോട്ട് നാച്ചുറൽ നമ്പേഴ്സ്. കഴിഞ്ഞോ? Yes, sir. ഓക്കെ. Yes, sir. ഇനി എല്ലാവരും നോക്കിക്കേ. അപ്പുറത്തെ പേജ് കണ്ടോ? പേജ് നമ്പർ 63. Yes, sir. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ. 6 and 1/2 into 8 and 1/3. 6ഉം 2-1 8ഉം 3-1 എനിക്ക് എന്ത് ചെയ്യണം? Multiply. പേനൊക്കെ താത്തുക്കൂടെ എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിയിരുന്നേ. 6 and 1/2 നമുക്ക് 6 + 1/2 എന്ന് എഴുതാൻ പറ്റുമോ? Yes. ഇൻറ്റു അങ്ങനെയാണെങ്കിൽ 8 and 1/3 8 plus 1/3. ഓക്കെ. നമ്മൾ ഇപ്പൊ പഠിച്ച റൂൾ അനുസരിച്ച് ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 6 into 8. 6 into 8 plus 6 into 1/3. 6 into 1/3 plus 1/2 into 8. 1/2 into 8 plus 1/2 into 1/3. 1/3. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? No, sir. 6 into 8 48. വേണ്ടേ? ഈ 6ഉം ഈ 3യും കൂടെ കട്ട് ചെയ്താൽ 2 കിട്ടത്തില്ലേ? 2 into 1 2. ഈ 2ഉം ഈ 8 കൂടെ കട്ട് ചെയ്ത് എത്ര കിട്ടും? 4 പ്ലസ് 1/2 into 1/3 1/6. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആക്കുക. 1 into 1 1 ആകും. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ആക്കുക. 2 into 3 എത്ര വരും? 6 വരും. 6. ഈ ആദ്യത്തെ 3 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 48 plus 2 plus 4 എത്ര കിട്ടും? 54. 54 പ്ലസ് 1/6. 56 plus 1/6 നമ്മൾ കണക്കിൽ എങ്ങനെ എഴുതുന്നത്? 54 and 1/6. ഇവിടെ കിട്ടിയ സംഗതി. Yes, sir. എല്ലാവരും ഇത് ബുക്കിലോട്ട് എഴുതിക്കേ. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത വരിയിൽ കണ്ടോ? പേജ് നമ്പർ 63 ഒരു മഞ്ഞ ബോക്സിൽ ഒരു നോട്ട് കിടക്കുന്നുണ്ടോ? Yes, sir. ഓക്കെ. അപ്പോൾ അതിന് നോട്ട് 1 എന്ന് കൊടുത്തേ നിങ്ങൾ. നോട്ട് 1 കൊടുത്തോ? Yes, sir. ഓക്കെ. അപ്പോൾ ആ നോട്ട് നമ്മുടെ ആയിഷ ഒന്ന് വായിച്ചേ. To multiply a sum by a sum, we must multiply each number in the first sum by each number in the second sum and add all these products together. ഇപ്പം നമ്മൾ എന്താണോ ചെയ്തത് അതൊന്ന് സെന്റൻസിൽ പറഞ്ഞേക്കാണ്. ടു മൾട്ടിപ്ലൈ എ സം ബൈ എ സം. നമ്മളിപ്പോൾ ചെയ്തത് ഒരു സമ്മിനെ, ഒരു തുകയെ മറ്റൊരു സമ്മ് കൊണ്ട് മറ്റൊരു തുക കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു, ഗുണിച്ചു. നമ്മൾ എന്തോ ചെയ്ത പരിപാടി? വി മസ്റ്റ് മൾട്ടിപ്ലൈ ഈച്ച് നമ്പർ ഇൻ ദ ഫസ്റ്റ് സം ബൈ ഈച്ച് നമ്പർ ഇൻ ദ സെക്കൻഡ് സം. ഒന്നാമത്തെ സമ്മിലെ ഓരോ നമ്പറുകളെയും ഓരോ സംഖ്യകളെയും രണ്ടാമത്തെ സമ്മിലെ രണ്ടാമത്തെ തുകയിലെ ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഗുണിച്ചു. ആൻഡ് ആഡ് ഓൾ ദീസ് പ്രോഡക്ട്സ് ടുഗദർ. എന്നിട്ട് ഈ പ്രോഡക്റ്റുകളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു?
ഈ ഗുണനഫലങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ആഡ് ചെയ്തു. അതങ്ങോട്ട് എഴുതിയാട്ടെ. നോട്ട് 1 എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിലോട്ട് എഴുതുക. അപ്പം നമ്മൾ ഈ മുകളിൽ പറഞ്ഞ കാര്യം ഒരു സെൻറ്റൻസ് കൊടുത്തേക്കാണ്. അതേ കാര്യം നമ്മളൊന്ന് ഓൾജിബ്രയുടെ സഹായത്തോടെ പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. ഹൗ എബൌട്ട് റൈറ്റിംഗ് ദിസ് ഇൻ ഓൾജിബ്ര കണ്ടോ. ലെറ്റ് us take the first sum as x plus y and the second sum as u plus v. To find their product, we must add xu, xv, yu, yv. Thus, ഇതിന്റെ അടുത്ത നോട്ട് കണ്ടോ, വായിച്ചേ. For any positive numbers x, u, y, v plus u into u plus v equal x plus y into u plus v equal xu plus xv plus yu plus yv. അത്രയും ബുക്കിലോട്ട് എഴുതിയാട്ടെ. അതിലെ ബോക്സിലെ സംഗതി വരുമ്പോൾ നോട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ സർ. ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല സർ. നോ സർ. അടുത്ത വരി കണ്ടോ നിങ്ങള്? എന്തോ വായിച്ചേ. ദിസ് ക്യാൻ ബി സീൻ ആസ് ഏരിയാസ് ലൈക്ക്. നമ്മൾ ഈ കണക്ക് ഇതുവരെ പറഞ്ഞത് മൊത്തം റെക്റ്റാങ്കിൾ എടുത്ത് വെച്ചോണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതും ഒരു റെക്റ്റാങ്കിളിന്റെ സഹായത്തോടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. എഴുതിയാട്ട സെന്റൻസ്. ദിസ് ക്യാൻ ബി seen as areas like this എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആ താഴെ കൊടുത്തിരിക്കുന്ന പടം കണ്ടോ? അപ്പൊ ആ പടം വെച്ച് ആ പടം നിങ്ങൾ സ്കെയിലും പെൻസിലും വെച്ച് ബുക്കിലോട്ട് അങ്ങ് വരച്ചോളാം. ആ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിള് സ്കെയിലും പെൻസിലും വെച്ച് നിങ്ങൾ റഫായിട്ട് ബുക്കിലോട്ട് വരയ്ക്കാം. വരച്ചു സർ. എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിക്കേ. നമ്മളൊരു വലിയ റെക്റ്റാങ്കിൾ പരിഗണിച്ചു. ഓക്കെ, ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിനെ നമ്മൾ എക്സും വൈയും ആയിട്ട് മുറിച്ചു വെച്ചു. അപ്പം അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഇത്രയും വരെ എക്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വൈ ഉണ്ട്. അപ്പം ടോട്ടൽ ലെങ്ത് ആകെ നീളം എക്സ് പ്ലസ് വൈ. ഇനി രണ്ട് ഈ കാണുന്നതാണ് അതിൻ്റെ ബ്രെഡ്ത്ത്. അതിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചു, യു എന്നും വി എന്നും. അപ്പം ഇതിൻ്റെ ടോട്ടൽ ബ്രെഡ്ത്ത് യു പ്ലസ് വി. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈയും യു പ്ലസ് വിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ചതുരത്തിൻ്റെ എന്ത് നിങ്ങൾക്ക് കിട്ടുന്നത്? പറഞ്ഞു, ഏരിയ പരപ്പളവ് കിട്ടും. നമ്മൾ അതിനെ എത്ര റെക്റ്റാങ്കിൾ ആക്കി മുറിക്കുന്നു? 4 റെക്റ്റാങ്കിൾ ആക്കി മുറിച്ചു. ഇനി ഓരോരുത്തരായിട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. രണ്ട് ഈ കഴ്സർ മൂവ് ചെയ്യുന്ന ഈ റെക്റ്റാങ്കിൾ കണ്ടോ? ഈ ചതുരം കണ്ടോ? ഐശ്വര്യയെ ഇതിന്റെ ഏരിയ ഒന്ന് പറഞ്ഞ. ഐശ്വര്യയെ ഈ ഭാഗത്തിന്റെ ഏരിയ എക്സ്,
എക്സ് യു plus u. എക്സ് യു. ഓക്കെ, ശരി. അതിലെ വേണ്ട ഈ കഴ്സർ ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെക്റ്റാങ്കിൾ കണ്ടോ, ചതുരം കണ്ടോ? കണ്ടു സർ. ഇതിന്റെ ഏരിയ പറഞ്ഞാട്ടെ. XV. എക്സ് വി. ഓക്കെ. അടുത്തത് സിത്താരെ, വേണ്ടേ ഈ കോർണറിൽ കാണുന്ന റെക്റ്റാങ്കിൾ കണ്ടോ, ചതുരം കണ്ടോ? സിത്താര, സിത്താര ഇല്ല. ദയാമേരി, Yes, sir. അതേണ്ട ഈ ഭാഗത്തിന്റെ ഏരിയ പരപ്പളവ് എന്ത് വരും? YV. വൈ വി. ഓക്കെ. ഇനിയും ഫാത്തിമേ, വേണ്ട ഈ ഭാഗത്തിന്റെ ഈ കഴ്സർ മൂവ് ചെയ്യുന്ന ഈ ഭാഗത്തിന്റെ ഏരിയ എന്താണ്? YU. വൈ യു. ഇത്രയും നിങ്ങൾ പടത്തിനകത്തിൽ എഴുതിയായിരുന്നോ? ഇത് Yes, sir. പടത്തിൽ എഴുതിയായിരുന്നല്ലോ. എഴുതിയായിരുന്നു. എഴുതിയ. നോക്കിയേ, അടുത്ത വരി കണ്ടോ. ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു സിംപ്ലിഫൈ സം കമ്പ്യൂട്ടേഷൻസ്. ഇത് നമുക്ക് ചില കണക്കുകൾ വേഗത്തിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. എഴുതിയാട്ടെ. ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു സിംപ്ലിഫൈ സം കമ്പ്യൂട്ടേഷൻസ്. എഴുതിയോ? Yes, sir. Sir. അപ്പോൾ കണ്ടോ, ഒരു എക്സാമ്പിൾ കണ്ടോ. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് 31 into 51. കണ്ടോ, 31 into 51. ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. ഞാൻ അപ്പുറത്തെ പേജ് എടുത്തു. എല്ലാവരും അപ്പുറത്തെ പേജ് എടുത്തോ, എടുത്തോ. ഇനി എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിക്കേ. 31 into 51 ആണ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് സാധാരണ ഗതി ഗുണിക്കാൻ അറിയാം, പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് ഇത് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? എഴുതണ്ട, പറഞ്ഞാൽ മതി. 30 plus 1. 30 plus 1 into 50 plus 50 plus 1. ഓക്കെ. നസ്രേ, ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേ നസ്രേ. ഉണ്ടെന്നല്ലോ. 100 plus. അതല്ല, ഇതിന് ഇടയ്ക്കൊരു സ്റ്റെപ്പ് വരാനുണ്ട്. പുസ്തകക്കാരൊരു സ്റ്റെപ്പ് വിട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം 30യും 50യും കൂടെ 30 into 50. Plus 30 into 50. 30 into 50 കഴിഞ്ഞു. അടുത്തത് 30 into 50 plus 30 into 1. 1 അല്ല, 30 കഴിഞ്ഞു. into 1. ഇനി അടുത്തത്, ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞാട്ടെ. 1 into 50 plus 50 plus 1 into 1 into 1. 30 into 50 എത്ര നീയേ? 1500. 1500. 30 into 1 30. 1 into 50. 1 into 1 1. 1500-ഉം 30യും 50യും 1 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 1581. 1581. എഴുതിയാട്ടെ. എഴുതിയാട്ടെ. എഴുതി കഴിയുമ്പോൾ പറയണം. ഹലോ. അടുത്ത വരി കണ്ടോ. ആൻഡ് ദിസ് ക്യാൻ ഓൾസോ ബി ഡൺ മെന്റലി. ഇത് ചെയ്ത് വട്ടാകാവുന്നല്ല, ഇതേ കണക്ക് നമുക്ക് മനക്കണക്കായിട്ടും എന്ത് ചെയ്യാം? ചെയ്യാം. എഴുതിയാട്ടെ. അടുത്ത വരി എഴുത്. ആൻഡ് ദിസ് ക്യാൻ ഓൾസോ ബി ഡൺ മെന്റലി. ദിസ് ക്യാൻ ഓൾസോ ബി ഡൺ ഇൻ മെന്റലി. അതിന്റെ അടുത്ത വരി കണ്ടോ. വാട്ട് ഈസ് ദി ഓൾജിബ്രിക് ഇക്വേഷൻ യൂസ്ഡ് ഹിയർ. ഇവിടെ നമ്മൾ എന്ത് ഓൾജിബ്രിക് ഇക്വേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? എന്ത് ബീജഗണിത സമവാക്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കണ്ടോ.
കണ്ടു സർ. നോക്കാം, ഈ 30 + 1 ആണല്ലോ 31. അതിനെ നമ്മൾ x+1 എന്നെഴുതിയാൽ തെറ്റുണ്ടോ ഓൾജിബ്രയിൽ? ഇല്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ 51നെ y+1 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? നോ സർ. ഇല്ല. ഇത് നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് പറഞ്ഞാട്ടെ, x × y xy അല്ലേ? XY. x × 1 X. x, 1 × y Y. y, 1 × 1 1. 1 എഴുതിയാട്ടെ. x+1 × y+1 = xy + x + y + 1. അത്ര എഴുതിയോ? എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. Yes, sir. എഴുതിയോ? എഴുതി സർ. ഓക്കെ. ഇനി എൻ്റെ അടുത്ത വരി കണ്ടോ, ഇതൊന്ന് സെൻറ്റൻസ് ആക്കി പറഞ്ഞേക്കുകയാണ്. ഇൻ അതർ വേർഡ്സ്, നോയിങ് ദ പ്രോഡക്റ്റ് ഓഫ് 2 natural numbers, to get the product of the numbers next to each, we need only add the product of the first number, their sum, and then one more. കണ്ടോ? കണ്ടു സർ. അതങ്ങോട്ട് എഴുതിയാട്ടെ. അത് ബുക്കിലോട്ട് എഴുതിയാട്ടെ. എഴുതിയിട്ട് ഞാനത് എന്തുവാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം, അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിർത്തി വായിക്കണം കേട്ടോ. അപ്പോൾ ഈ മുകളിൽ ഓൾജിബ്രയിൽ എഴുതിയൊക്കെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാം. നോയിങ് ദ പ്രോഡക്റ്റ് ഓഫ് 2 natural numbers. അർത്ഥം മിണ്ടുന്നില്ല. അർത്ഥം നിങ്ങൾക്ക് 2 നാച്ചുറൽ നമ്പറുകളുടെ 2 എണ്ണൽ സംഖ്യകളുടെ എന്തറിയാമെങ്കിൽ, പ്രോഡക്റ്റ് അറിയാം. അപ്പം എന്ന് പറഞ്ഞാൽ വേണ്ടി ഈ മുകളിലത്തെ കണക്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന പ്രോഡക്റ്റാണ് 30 × 50. അത് എത്ര നിങ്ങൾക്കറിയാം? എത്ര നിങ്ങൾക്കറിയാം? 1500 ആണെന്ന് വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇനി ബാക്കി വായിച്ചാട്ടെ. ടു ഗെറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. ഈ 2 നമ്പറുകളോട് തൊട്ടടുത്ത 2 നമ്പറുകൾ. 30യുടെ അടുത്ത നമ്പർ എത്ര? 31. 50യുടെ അടുത്ത നമ്പർ എത്ര? 51. ഈ 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് അല്ലേ, ഗുണനഫലം അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ചോദ്യത്തില്? ഓക്കെ. അതിന് നമ്മൾ എന്തോ ചെയ്തേക്കെന്ന് നോക്കിക്കേ. വി നീഡ് ഓൺലി ആഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് നമ്പേഴ്സ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ 30ൻ്റെയും 50ൻ്റെയും കൂടിയുള്ള പ്രോഡക്റ്റായ 1500 ആദ്യം എഴുതി. ഓക്കെ ആണോ? എന്നിട്ട് ദയർ സം. ഈ ദയർ സം എന്ന് ഉദ്ദേശിക്കുന്നത് ആരുടെ സമ്മ്? ആരുടെ സമ്മ? ആരുടെ തുക? ആരുടെ സമ്മ? ആരുടെ തുക? 30ൻ്റെയും 50ൻ്റെയും സമ്മ തുക. ആൻഡ് ദെൻ 1 more. എന്നിട്ട് അതിൻ്റെ കൂടെ എന്തൂടെ കൂട്ടിയാൽ മതി? അപ്പം നോക്കുക, നിങ്ങൾക്ക് 30 × 50 എത്ര ആണെന്ന് അറിയാം? 1500 ആണെന്ന് അറിയാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 31 × 51 കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ആദ്യം എന്തോ ചെയ്യേണ്ടത്? 30ഉം 50ഉം കൂടെ ഗുണിക്കുന്ന 1500 ആദ്യം എഴുതുക. പിന്നെന്ത് ചെയ്യണം? 50 കൂടെ ആഡ് ചെയ്യണം. ഇത്രേൻ്റെ കൂടെ എന്തൂടെ കൂട്ടണം? 1 കൂട്ടണം. അങ്ങനെ നമുക്കൊരു 1-2 എക്സാമ്പിൾ ഒന്ന് എഴുതി നോക്കാം അവരുടെ ഐഡിയയിൽ. എൻ്റെ കൂടെ എഴുതി വരണം കേട്ടോ. എൻ്റെ കൂടെ എഴുതി വരുമോ? ഓക്കെ. എൻ്റെ കൂടെ എഴുതി വന്നോണം. അപ്പോൾ ആദ്യം എഴുതുക
21 ഇൻറ്റു 71. ആ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാട്ടെ. 20 into 70. 20 ഇൻറ്റു 70 പ്ലസ് പ്ലസ് 20 into 1 into 1. 20 ഇൻറ്റു 1 അല്ല, 20 പ്ലസ് 70 Plus 1. മനസ്സിലായില്ല. 21 ഇൻറ്റു 71 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് മുമ്പുള്ള നമ്പർ ഏതൊക്കെയാ? 20യും 70യും. ആ പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ 21 ഇൻറ്റു 71 കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ആദ്യം 20 70യും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 20 70യും കൂടെ ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്തു? 1 കൂടെ. 20 ഇൻറ്റു 70 എത്ര? 20 ഇൻറ്റു 7 7 2 14 1400 പ്ലസ് 20 പ്ലസ് 70 പ്ലസ് 1 ആണോ? ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് പറഞ്ഞു നിങ്ങൾ. 1400ഉം 20ഉം 70ഉം ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് പറയും. 1491. 1491. ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സാമ്പിൾ എൻ്റെ കൂടെ എഴുതി വരിക. 81 ഇൻറ്റു 91. 81 ഇൻറ്റു 91. ഇതിന് മുമ്പുള്ള നമ്പർ ഏതാ? ശ്രദ്ധേ. 81ന് 91 തൊട്ട് മുമ്പുള്ള നാച്ചുറൽ നമ്പർ 80യും 90യും. അപ്പൊ ആ പ്രോഡക്റ്റ് വെച്ച് ഇത് എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞാട്ടെ? 80 ഇൻറ്റു 90 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 1. 80 ഇൻറ്റു 90 എത്രയാണ്? 98 72 7200 7200 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 1. ഇത്രയും കൂടെ ആഡ് ചെയ്ത് പറഞ്ഞേ. 7371. ഓക്കെ, നമുക്ക് ഇച്ചിരി വലിയ നമ്പർ എടുക്കാം. 201 ഇൻറ്റു 401. 201 ഇൻറ്റു 401. വൈകി ഒന്ന് പറഞ്ഞേ. 201ന് മുമ്പുള്ള നമ്പർ ഏതാ? 200. 200. 401ന് മുമ്പുള്ള നമ്പർ ഏതാ? 400. 400. അപ്പോൾ ഒന്ന് പറഞ്ഞാട്ടെ, എങ്ങനെ എഴുതും ഇതിൻ്റെ ആൻസർ? 200 into 400. 200 into 400. Plus പ്ലസ് 200 plus 400 plus 1. ഓക്കെ. 200 into 400. 2 ഗുണം 4 8. ഇവിടെ 2 0, ഇവിടെ 2 0. അപ്പൊ മൊത്തത്തിൽ എത്ര 0? 4 0. 200 പ്ലസ് 200 പ്ലസ് 400 പ്ലസ് 1. ഇത് ഇത്രയും കൊണ്ടൊന്ന് കൂട്ടി പറഞ്ഞേ. എത്ര കിട്ടും? 80,601. 80,601. 80,601. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത വരി നിങ്ങൾ എഴുതണ്ട. അവിടെ ഒന്ന് വായിച്ചേ. എഴുതിയിരിക്കുന്ന സെന്റൻസ് ഒന്ന് വായിച്ചേ അദ്വൈതേ. അടുത്ത വരിയില് അദ്വൈതേ
അദ്വൈത ക്ലാസ്സിലില്ലയോ അദ്വൈത്? ഇല്ല. ആയിഷ ഉണ്ടോ? Yes, sir. ഒന്ന് വായിച്ച ആയിഷ എൻ്റെ അടുത്ത വരി, 2 വരി. Just as this gives an easy method to compute the product of number increase by 1, is there an easy way to compute the product of numbers increased by 2? Think about it. അപ്പം ഇപ്പം നമ്മൾ ചെയ്തത് 2 നാച്ചുറൽ നമ്പരും അതിൻ്റെ അടുത്ത 2 നാച്ചുറൽ നമ്പറിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ്. എന്നുവെച്ചാൽ 1 കൂടുതലുള്ളത്. ഈ 1 കൂടുന്നതിന് പകരം 1 കൂടുന്നതിന് പകരം 2 കൂടും. അതായത് നിങ്ങൾക്ക് 20 × 70 അറിയാമെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 22 × 72 എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് ചോദ്യം. അത് നമുക്ക് ഇതേപോലെ തന്നെ ഓൾജിബ്രയുടെ സഹായത്തോടെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളോട് ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചേക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത വരി കണ്ടോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. We can use the general result to find the product of certain fractions also. ഉണ്ടോ? അണ്ടർലൈൻ ചെയ്തിട്ട് ബുക്കിലോട്ട് എഴുതിയാട്ടെ. We can use the general result to find the product of certain fractions also. Certain fractions also. എഴുതിയോ? എന്ന് വെച്ചാൽ ഇതേ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില ഫ്രാക്ഷൻസിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്കൊന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു നോക്കാം. എല്ലാവരും ഒന്ന് സ്ക്രീനിലോട്ട് നോക്കിക്കേ. എക്സ് പ്ലസ് 1/2 ഇൻറ്റു y പ്ലസ് 1/2 കണ്ടുപിടിക്കാൻ പോവാം. എക്സ് പ്ലസ് 1/2 ഇൻറ്റു y പ്ലസ് 1/2 കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഇത് രണ്ട് ഫ്രാക്ഷൻ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ ഐഷ അല്ല, ഒരു സെക്കൻഡ്, ഐശ്വര്യയെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ സാധാരണഗതിയിൽ? ആദ്യം എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് വൈ ആയി. എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1/2 പ്ലസ് 1/2 ഇൻറ്റു 1/2 ഇൻറ്റു പ്ലസ് 1/2 ഇൻറ്റു 1/2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് വൈ. ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഈ 2 ബ്രാക്കറ്റുകൾക്കകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആരെയെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? 1/2. ഒരു 1/2 നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ 1/2 ഇൻറ്റു എടുത്താൽ പിന്നെ ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ആരുണ്ട് മിച്ചം? എക്സ് ഉണ്ട്. പ്ലസ് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ ആരുണ്ട് മിച്ചം? വൈ. പ്ലസ് 1/2 ഇൻറ്റു 1/2 അപ്പോൾ എഴുതിയാട്ടെ. ഇത് സ്ക്രീനിലോ അല്ലെ ടെക്സ്റ്റിലോ നോക്കി ബുക്കിലോട്ട് എഴുതിയാട്ടെ. എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചൊരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത വരി കണ്ടോ? ഫോർ എക്സാമ്പിൾ ഉണ്ടോ? എഴുതിയാട്ടെ. ഫോർ എക്സാമ്പിൾ പറഞ്ഞോ. 6 and 1/2 ഇൻറ്റു 8 and 1/2. ഇതിൽ ആരാണ് എക്സ്, ആരാണ് വൈ? എക്സ് എന്ന് പറയുന്നത് 6ഉം വൈ എന്ന് പറയുന്നത് 8ഉം. അപ്പൊ എന്റെ കൂടെ സ്റ്റെപ്പ് പറഞ്ഞെഴുതണം. ആദ്യം എന്തുവാ വരണ്ടേ?
ആദ്യം എന്താ വരണ്ടേ? 6 into 8. 6 into 8 പ്ലസ് 1/2 into 6 into 1. 6 into 8 ആണോ? നേരെ മുകളിൽ കിടപ്പുണ്ട്. 1/2 into 1/2 into ശരിയാ പറഞ്ഞോ. 6 plus 8 അല്ലേ? ആണോ? 6 plus 8 അല്ലേ വരുന്നേ? 6 into 8 എത്ര? 6 into 8 48 plus 1/2 1/2 into 6 plus 8 40 plus 1/4. അപ്പോൾ 48 then ഈ രണ്ടും ഈ 14 വെട്ടി എത്ര കിട്ടും? 7. 7 plus 1/4. 48ഉം 7ഉം കൂടെ ആഡ് ചെയ്താൽ 55 and 1/4. 55. ആൻസർ കിട്ടിയോ? 1/4. കിട്ടിയോ? Yes, sir. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാരെങ്കിലും എഴുതാനുണ്ടോ? ഇനിയും ഇതാരെങ്കിലും എഴുതാനുണ്ടോ? Yes, sir. അങ്ങനെ നമുക്ക് ഒരു എക്സാമ്പിളൂടെ പഠിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എഴുതിക്കോ. 10 and 1/2 10 and 1/2 into 5 and 1/2. ഇവിടെ ആരാണ് എക്സ്? 10. എക്സ് എന്ന് പറയുന്നത് 10 ആണ്. വൈ എന്ന് പറയുന്നത് 5. അപ്പൊ സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. 10 into 5. 10 into 5 പ്ലസ് 1/2 into 1/2 into 10 10 plus 5 10 plus 10 plus plus 5. 1/2 into 1/4. 1/2. 10 into 5 1/2. 10 into 5 50. 50 plus 1/2 into 10 plus 5 15 plus 1/2 plus 1/2 1/4. അപ്പോ 50 പ്ലസ് ശ്രദ്ധിക്കണം 1/2 into 15. നമുക്ക് സാധാരണഗതിയിൽ 15നെ 2 കൊണ്ട് വെട്ടി എഴുതാൻ പറ്റത്തില്ല. ഡെസിമൽ വെച്ചാൽ, അതായത് പോയിന്റ് വെച്ച് പറഞ്ഞാൽ 15നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 15ന്റെ പകുതി. മിണ്ടുന്നില്ല. 7.5. അതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാൽ 7 and 1/2 എന്ന് എഴുതിയാൽ ശരിയാണോ? 7.5യെ 7 and 1/2 എന്ന് എഴുതിയാൽ ശരിയാണോ? ആണോ? Yes, sir. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 50. 7 and 1/2നെ ഞാൻ 7 plus 1/2 എന്ന് എഴുതിയാൽ കറക്റ്റ് ആണോ? ആണോ? Yes, sir. Yes, Okay. sir. പ്ലസ് 1/4. 50 plus 7 എത്ര? 57. Yes, sir. ഇനി ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഈ 1/2 എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്തോ പറയും? 1/2ന് അര, ഹാഫ്, പകുതി എന്ന് പറയും. 1/4 കാൽ. കാല്, ക്വാർട്ടർ എന്ന് പറയും. അപ്പൊ അരയും കാലും കൂടെ കൂട്ടിയാൽ മുക്കാലിനെ നമ്മൾ എങ്ങനെ എഴുതും കണക്കിൽ? 3/4 എന്ന് എഴുതും. എങ്ങനെ എഴുതും? 3/4 എഴുതിയാട്ടെ. 3/4. അപ്പൊ ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായോ?
Yes, sir. Yes, sir.